ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി പറയുന്ന ജാസ്മിൻ ജിൻഡോയുടെ മുമ്പിൽ ഇന്ന് ഉത്തരം മുട്ടി നിന്നുപോയി. ഇന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നാട്ടുരാജാവ് ടാസ്കിനെ പറ്റി ലാലേട്ടൻ എല്ലാവരോടും ചോദിച്ചു. പ്രത്യേകിച്ച് ജാസ്മിനോട് എടുത്തു ചോദിച്ചു. ജാസ്മിൻ്റെ ചെങ്കോല് തട്ടിപ്പറിച്ചെന്നൊക്കെ പറഞ്ഞ് ജാസ്മിന് എന്തോ പരാതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെന്താണ് സംഭവമെന്ന്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ലാലേട്ടാ, ഞാൻ ആദ്യം രാജ്ഞി ആയപ്പോൾ തൊട്ടേ ഇവർക്ക് ആർക്കും അത് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് എല്ലാവരും നാല് വഴിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും ജിൻഡോയുടെ അഭിപ്രായം ചോദിച്ചു ലാലേട്ടൻ. ജിൻഡോ പറഞ്ഞ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞത്. ജാസ്മിനെ മുട്ടുകുത്തിച്ച് കളഞ്ഞു. ജിൻഡോ എന്ത് പറഞ്ഞാലും, ബിഗ് ബോസിൽ ആരെന്ത് പറഞ്ഞാലും ലാലേട്ടനോട് പോലും തിരിച്ചു പറയാൻ എന്ത് പറഞ്ഞാലും ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ഉത്തരം ജാസ്മിൻ ഉണ്ടാകും. ഈ ജിൻഡോ പറഞ്ഞ ഈ കാര്യത്തിന് മുമ്പിൽ ജാസ്മിന് പിന്നെ ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ വന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ജാസ്മിൻ. ജിൻഡോ പറഞ്ഞത് ഇതാണ്: ലാലേട്ട, എനിക്ക് രാജ്യാധികാരം കിട്ടിയപ്പോൾ, ഞാൻ രാജാവായപ്പോൾ എനിക്ക് എൻ്റെ കീയും ചെങ്കോലും ഒക്കെ സംരക്ഷിക്കുകയും വേണം. ഒപ്പം കുറച്ചു നേരമെങ്കിലും രാജാവായിട്ട് കുറച്ചെങ്കിലും ഒന്ന് വിലസണ്ടേ. പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഇതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയാൽ ആ ഒരു ത്രില്ല് പോയില്ലേ. ഒരു രാജാവാകുമ്പോഴുള്ള ആ ഒരു സുഖവും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ തുടക്കം തന്നെ ബുദ്ധിപരമായിട്ട് 5 ടാസ്ക് കൊടുത്തു എല്ലാവർക്കും. 5 ടാസ്ക് കൊടുത്തിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടുന്ന ആൾക്ക് ഞാനായിട്ട് തന്നെ കീയും, അതായത് രാജ്യാധികാരം കൊടുക്കാം, ചെങ്കോലും കൊടുക്കാമെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ടാസ്കിലായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചത്. ഇവർ ടാസ്ക് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ചെങ്കോലും അതുപോലെ കീയും ഒക്കെ വളരെയധികം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് വളരെ എൻജോയ് ചെയ്ത് എൻ്റെ ആ ഒരു എൻ്റെ രാജഭരണം അവസാനിപ്പിക്കാനും പറ്റി. വളരെ നല്ല രീതിയിൽ ആരും തട്ടിപ്പറിക്കാതെ എനിക്ക് എൻ്റെ രാജാധികാരം കൈമാറാനും പറ്റി. പക്ഷെ ജാസ്മിൻ ഇവിടെ ബുദ്ധിയെ ഉപയോഗിച്ചില്ല ലാലേട്ടാ. ജാസ്മിൻ ഈ അടിച്ചമർത്തുന്ന, അല്ലെങ്കിൽ ഒരു രാജാവെന്ന് പറഞ്ഞ, ഒരു രാജ്ഞി എന്ന് പറഞ്ഞാൽ ഭരിക്കുക, ഭരണം മാത്രം പറ്റുള്ളൂ, ആ ഒരു രീതിയിലേക്കാണ് കാണിച്ചത്. ബുദ്ധിപരമായിട്ട് ജാസ്മിൻ ഒന്ന് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ആരും തട്ടിപ്പറിക്കുക പോലും ഇല്ലായിരുന്നു എന്ന് പറയാണ്. ആ ബുദ്ധിപരമായ രീതിയിൽ എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ജാസ്മിന് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ശരിയാണ്, ജാസ്മിൻ ജിൻഡോ ചിന്തിച്ചതിൻ്റെ 1% പോലും ജാസ്മിൻ അവിടെ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ച് നല്ല രീതിയിൽ ബുദ്ധിപരമായി ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ അവസാനിപ്പിക്കാമായിരുന്നൊരു ടാസ്ക് വെറുതെ എടുത്തയാട്ടോ ആവേശം കൊണ്ട് കളഞ്ഞു പൊളിച്ചതും നശിപ്പിച്ചതും ജാസ്മിൻ തന്നെയാണെന്നാണ് ജിൻഡോ തുറന്നു പറഞ്ഞത്. അതിനു മുമ്പിൽ ജാസ്മിന് വേറെ ഒന്നും ഇനി പറയാനില്ല, തർക്കിക്കാനോ മറുപടി പറയാനോ ഒന്നുമില്ല. ജാസ്മിൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് കൊടുക്കുകയാണ് ചെയ്തത്.